ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 ഹിന്ദി ഫോക്കസ് ഏരിയയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരറിയാമല്ലോ, മാതൃഭൂമി. മൈഥിലി ശരൺ ഗുപ്തജിയുടെയാണ്. ഈ ചാപ്റ്റർ വളരെ വിശദമായിട്ട് അതിന്റെ മലയാളം എക്സ്പ്ലനേഷനോടുകൂടി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ മാതൃഭൂമി എന്ന ഈ പാഠത്തിലെ ഈ പോയത്തിലെ മുഴുവൻ ഷോർട്ട് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ഷോർട്ട് ക്വസ്റ്റ്യൻസ് മുഴുവനും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോയത്തിൽ നിന്ന് ഏത് ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. പോയം ഒരുപാട് പ്രാവശ്യം വായിച്ച് സമയം കളയേണ്ടതായിട്ട് വരികയില്ല. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. മാതൃഭൂമി കിസ്കി രചന ഹേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാതൃഭൂമി കിസ്കി രചന ഹേ? ശ്രീ മൈഥിലി ശരൺ ഗുപ്തജി. മാതൃഭൂമി എന്ന കവിത ആരാണ് രചിച്ചത്? മൈഥിലി ശരൺ ഗുപ്തജി. രാഷ്ട്രകവി നാം സേ വിഖ്യാത് വ്യക്തി കോൻ ഹേ? ദേശീയ കവി എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആര്? ശ്രീ മൈഥിലി ശരൺ ഗുപ്തജി. धरती का परिधान क्या है? नीले रंग का आकाश है धरती का परिधान. ഭൂമിയുടെ പുറം കവർ എന്തുവാണ്? അതാണ് നീലേ രംഗ് കാ ആകാശ്. കവി കൈസെ ബഡേ ഹുയേ? കവി എങ്ങനെയാണ് വളർന്നു വലുതായത്? മാതൃഭൂമി की धूल में लोट लोट कर कवि बड़े हुए हैं. മാതൃഭൂമിയിലെ പൊടിയിൽ ഉരുണ്ടു പിരണ്ടാണ് കവി വളർന്നു വലുതായത്. മാതൃഭൂമിക്ക് കരഖനി ക്യാ ഹേ? മാതൃഭൂമിയുടെ അരഞ്ഞാണം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? മാതൃഭൂമിക്ക് കരഖനി സമുദ്ര ഹേ. മാതൃഭൂമിയുടെ അരഞ്ഞാണം എന്നറിയപ്പെടുന്നത് സമുദ്രത്തെയാണ്. നദിയോം और फूलों का वर्णन कवि ने किस प्रकार किया है? നദികളെക്കുറിച്ചും പൂക്കളെക്കുറിച്ചും കവി ഏത് തരത്തിലാണ് മാതൃഭൂമി എന്ന കവിതയിൽ വർണ്ണിക്കുന്നത്? നദിയാം പ്രേം की धाराएं है, फूल और आकाश के नक्षत्र उसके अलंकार है. നദികൾ സ്നേഹത്തിന്റെ പ്രവാഹങ്ങളാണ്. പൂക്കളും ആകാശത്തിലെ അനേകം നക്ഷത്രങ്ങളും മാതൃഭൂമിക്ക് അലങ്കാരങ്ങളാണ്. മാതൃഭൂമിക്ക് ലിയേ കവി ക്യാ കർണ ചാത്തെ ഹേ? മാതൃഭൂമിക്ക് വേണ്ടി കവി എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു? മാതൃഭൂമിക്ക് ലിയേ കവി അപ്ന സർവസ്വ സമർപ്പിത് കർണ ചാത്തെ ഹേ. അപ്ന സർവസ്വ സമർപ്പിത് കർണ എന്ന് മാത്രമേ ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളൂ. ക്വസ്റ്റ്യനും കൂടെ ചേർത്ത് വേണം ആൻസർ എഴുതുവാനായിട്ട്. അപ്പോൾ ആൻസർ എങ്ങനെയാണ് കറക്റ്റ് ചെയ്ത് വായിക്കേണ്ടത്? മാതൃഭൂമിക്ക് ലിയേ കവി അപ്ന സർവസ്വ സമർപ്പിത് കർണ ചാത്തെ ഹേ. മാതൃഭൂമിക്ക് വേണ്ടി തന്റെ എല്ലാം അർപ്പിക്കുവാനായിട്ട് കവി ആഗ്രഹിക്കുന്നു. മാതൃഭൂമി എന്ന ഈ കവിതയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാതൃഭൂമി കിസ്കി രചന ഹേ? മൈഥിലി ശരൺ ഗുപ്തജി. അദ്ദേഹത്തിന് രാഷ്ട്രകവി എന്ന പേരിൽ കൂടെ അറിയപ്പെടുന്നുണ്ട്. ഭൂമിയുടെ പരിധാൻ നീല രംഗ് കാ ആകാശ്.
കവി എങ്ങനെയാണ് വളർന്നു വലുതായത്? മാതൃഭൂമിയുടെ പൊടിപടലങ്ങളിൽ കിടന്ന് ഉരുണ്ടുപരണ്ടാണ് കവി വളർന്നു വലുതായത്. സമുദ്രമാണ് മാതൃഭൂമിയുടെ കരഖനി അഥവാ അരഞ്ഞാൻ. നദികള് സ്നേഹത്തിന്റെ പ്രവാഹങ്ങളാണ്. പൂക്കളും ആകാശത്തിലെ അനേകം നക്ഷത്രങ്ങളും മാതൃഭൂമിക്ക് അലങ്കാരങ്ങളാണ്. അതുപോലെ മാതൃഭൂമിക്ക് വേണ്ടി കവി തൻ്റെ എല്ലാം സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.